തൃശ്ശൂരിലെ ലൂർദ് മാതാവിനൊരു കൊട്ടേഷൻ. ജയിപ്പിച്ചാൽ 10 ലക്ഷം രൂപ തരാം, 10 ലക്ഷം രൂപ തരാം. കിഴക്കേക്കോട്ടയിലുള്ള ക്രിസ്ത്യാനികളുടെ മക്കളൊക്കെ അമേരിക്കയിൽ, അവിടെ 100 വീടിൻ്റെ 150 വീട്ടിലുള്ള ആൾക്കാർ അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും UK-ലും ഡെൻമാർക്കിലും ഒക്കെയാണ് കിടക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു പുല്ലിൻ്റെ വിലയുള്ളൂ. എന്നിട്ട് അവൻ പറയുന്നത് ജയിപ്പിച്ചാൽ വേണമെങ്കിൽ വരി 10 ലക്ഷം തരാം. ആരോട്? ലൂർദ് മാതാവിനോട്. അവൻ്റെ മോന്തക്കിട്ട് 2 കിണ്ണു വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ആ ചെമ്പുകിരിയുടെ അവൻ്റെ മോന്തക്കിട്ട് എറിയ്. അത് നിങ്ങളെ ആൾക്കാർ വിലയിരുത്തും. 4 ലിംഗക്കാരായിട്ട് വിലയിരുത്തും. ആണും പെണ്ണുമല്ല, 1 ലിംഗമല്ല, 2 ലിംഗമല്ല, 3 ലിംഗമല്ല, 4 ലിംഗക്കാരായിട്ട് വിലയിരുത്തും തൃശ്ശൂർ ക്രിസ്ത്യാനികളെ. ഇപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ വെച്ചിരിക്കുകയാണ് ലൂർദ് മാതാവിന്റെ മുമ്പിൽ. പ്രതാപനെ തോൽപ്പിക്കണം, സുനിൽകുമാറിനെ തോൽപ്പിക്കണം, എന്നെ അങ്ങ് ജയിപ്പിക്കണം. അതിന് 10 ലക്ഷം രൂപ. എന്നിട്ട് ഒരു വൈരക്കലി ലഡുവിന്റെ മേലെ ഒരു മുന്തിരി, ഉണക്കമുന്തിരി വെക്കണ പോലെ അതിന്റെ മേലെ ഞാനൊരു അതും വെച്ചുകൊണ്ട് ഞാനിവിടെ സമർപ്പിക്കാം. വേണമെങ്കിൽ മതി. 10 ലക്ഷം രൂപയാ ലൂർദ് മാതാവിനോടെ കൊട്ടേഷൻ. നമസ്കാരം. തൃശ്ശൂരിൽ ലൂർദ് മാതാവിനെ അപകർഷിക്കുകയാണ് ചെയ്യുന്നത്, അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ലൂർദ് മാതാവിന് കൊട്ടേഷൻ വെച്ചിരിക്കുക. ജയിച്ചാൽ മാത്രമാണ് കേട്ടോ, ജയിച്ചാൽ 10 ലക്ഷം. 10 ലക്ഷമാണ് ലൂർദ് മാതാവിന്. അവിടെ ലൂർദ് മാതാവിൻ്റെ ആ ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു 10 വീടെടുത്താൽ 100 പേരുണ്ടാവും. അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, ഡെൻമാർക്കിൽ, UK-ൽ. അവരോടാണ് പറയുക 10 ലക്ഷം. 1 ലക്ഷമല്ല പറയരുതെന്ന് പറഞ്ഞ പോലെ 10 ലക്ഷം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ലഡുവിൻ്റെ മേലെ ഒരു ഉണക്കമുന്തിരി ഒട്ടിച്ചു വയ്ക്കില്ലേ, അതുപോലെ ഒരു വൈരക്കല്ലും ഞാൻ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ജയിച്ചാൽ മാത്രം. ഇവന്റെ ഈ വിവരമില്ലായ്മ, അതിനൊരു ശാസ്ത്രമുണ്ട്. ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ അതിൽ 21-ാമത്തെ ശ്ലോകം അതിൽ പറഞ്ഞിട്ടുള്ളത് യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. വില കുറഞ്ഞ ഒരു പരിപാടിയാണ്. നമ്മൾ രാഷ്ട്രീയക്കാരോടൊക്കെയും പറഞ്ഞ പോലെ കാര്യം നടത്തി തരുമോ, പൈസ തരാം, വില പേശും, കാര്യം നടത്തി തന്നാൽ പൈസ. അങ്ങനെയാണത് പറയുക. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയാ. 10 ലക്ഷം തരാം, 10 ലക്ഷം ആരെങ്കിലും ലൂർദ് മാതാവിന് കൊണ്ടു കൊടുക്കുക. അപ്പൊ എത്രയാ സാറ് ഉദ്ദേശിക്കുന്നത്? 1 കോടി. 1 കോടിയോ? അയ്യോ എൻ്റെ ദൈവമേ, നിങ്ങൾ എന്നെ തന്നെ എടുത്തോ. അവസാനം അതൊരു 30 ലക്ഷത്തെ ഉറപ്പിക്കും കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കാൻ കണ്ടിട്ടില്ലേ? കൈ വെട്ടാനെത്ര, കാല് വെട്ടാനെത്ര, മൊത്തത്തിൽ വെട്ടാനെത്ര, അതിന് കൊട്ടേഷൻ. അങ്ങനെ ടീമുകളുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ. അതുപോലെ ലൂർദ് മാതാവിനെ ഒരു കൊട്ടേഷൻ ലേഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാരൊന്നുമല്ല കേട്ടോ, മറ്റാരുമല്ല, ഇവൻ ഈ മറ്റേ ചെമ്പുകോഴി ഒരു കൊട്ടേഷൻ ലേഡി. അതേ വേണമെങ്കിൽ മതി, ജയിപ്പിച്ചാൽ 10 ലക്ഷം രൂപ തരാം എന്ന രീതിയിൽ. തൃശ്ശൂര് നമ്മളവിടെ ക്രിസ്ത്യാനികളും മാപ്പിളാരും, തൃശ്ശൂർ മാപ്പിളാര് ഇത് കേട്ടിങ്ങനെ സഹിച്ചിരിക്കരുത് കേട്ടോ. അവനെ വിളിച്ചു വരുത്തി അവൻ്റെ ചെള്ളയ്ക്ക് 2 പളങ്ങ് വെച്ച് കൊടുക്കണം. ഇത്രത്തെ മരത്തിനുകൾ വിളിച്ചു പറയുന്നതിന്. എത്തു പ്രത്യുപകാരാർത്ഥം ബലമുദ്ദിശ്യ വാപ്പുനഃ ദീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. അതിന് ശങ്കരഭാഷ്യം എഴുതിയിട്ടുണ്ട്. എത്തു ദാനം പ്രത്യുപകാരാർത്ഥം. ഏതൊരു ദാനമാണോ പ്രത്യുപകാരം കൊതിച്ചുകൊണ്ട്. കാലേത്തു അയം മാം പ്രത്യുപകാരിഷ്യതി ഇതി ഏവം അർത്ഥം ഫലം വാ അസ്യ ദാനസ്യ മേ ഭവിഷ്യതി അദൃഷ്ടമിതി തത് ഉദ്ദിശ്യ പുനഃ ദീയതേച്ച പരിക്ലിഷ്ടം ഖേദസംയുക്തം തത് രാജസംസ്മൃതം. ആരെന്തിനും കൊടുക്കുന്നു, എന്താ? ഫലമുദ്ദേശിച്ചുകൊണ്ട്. പരിക്ലിഷ്ടം, അതായത് ഖേദസംയുക്തം,
വലിയ സന്തോഷത്തിലൊന്നല്ല കൊടുക്കുന്നത്. എങ്കിൽ പോലും കാര്യം നടക്കണ്ടേ? അതുകൊണ്ട് പ്രത്യുപകാരം കൊതിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ ഞാൻ തൂണ് പണിത് തരാം. ഞാനവിടെ ഒരിക്കൽ ആലപ്പുഴ വഴിക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ആർച്ച് പണിത് വെച്ചിരിക്കുകയാണ്. ഈ ആർച്ച് നോക്കിയിട്ടാണല്ലോ ആൾക്കാർ മറ്റേ അവിടുത്തെ ദേവി എന്താ ദേവൻ എന്താന്നൊക്കെയും അറിയുക. അപ്പം ഈ ശബരിമലയിലേക്ക് പോകുന്ന തമിഴന്മാരും വരയ്ക്കും അവിടെ, അത് ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാർ കാസർഗോഡുകാരോ കണ്ണൂരുകാരോ കോഴിക്കോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ മലയാളികളൊക്കെ. ആ പോകുന്ന സമയത്ത് എല്ലാ അമ്പലത്തിലും അവർ കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ സമയം പിടിക്കും. അപ്പം ചില അമ്പലത്തിന് അവിടെ വന്ന് അവർ ബോർഡമിലേക്ക് നോക്കും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ശിവക്ഷേത്രം, ശംഭോ മഹാദേവ നല്ല വരുത്തണേ. അടുത്ത സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ എന്താ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേ. വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ സത്യത്തിൽ ആ അമ്പലത്തിൻ്റെ ആർച്ച് പണിത് കൊടുത്തിരിക്കേണ്ട ഒരാൾപ്പൻ. അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ കുലുകുലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മൈക്രോസ്കോപ്പിൻ്റെ വായിക്കാൻ പറ്റുള്ളൂ. ദേവി ദേവന്മാരുടെ പേര് ത്രിപുര സുന്ദരേശ്വരി ക്ഷേത്രമോ മറ്റോ ആണത്. അത് വായിക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുക സ്പോൺസേഡ് ബൈ കുന്നുംപുറത്ത് കോദണ്ഡരാമൻ, വളരെ വലിയ അക്ഷരത്തിൽ. അപ്പം ഈ പോകുന്ന ആൾക്കാർ ഇത് നോക്കിയിട്ട് പറയാ, കുന്നുംപുറത്ത് കോദണ്ഡരാമ രക്ഷിക്കണേ, കുന്നുംപുറത്ത് കോദണ്ഡരാമ രക്ഷിക്കണേ നമ്മൾ. അവൻ്റെ ഈ ചെയ്തി അവനെ എവിടെ കൊണ്ടെത്തിക്കുക? നരകത്തിലല്ലേ കൊണ്ടെത്തിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിന്റെ അമ്പലത്തിലൊരു തൂണ് ഞാൻ പണിത് തരാം, എൻ്റെ മോന് ഗൾഫിലേക്ക് വിസ കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ, മരണെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു കിണ്ടി വാങ്ങിച്ചു തരാം. കിണ്ടി 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 അതൊരു പാർട്ടികളുടെ കുത്തകയാണല്ലോ. എന്നിട്ട് കിണ്ടിയുമ്പോൾ പേരെഴുതി വയ്ക്കും. അവരുടെ ജീവചരിത്രം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഇവിടെ പറയുന്നു, ഖേദസംയുക്തം തത് രാജസംസ്മൃതം. ഖേദപൂർവ്വം കൊടുക്കുന്നത്, ഇഷ്ടമുണ്ടായിട്ട് കൊടുക്കുന്നതല്ല. കാര്യസിദ്ധിക്ക് വേണ്ടി, കാര്യം നേടാൻ വേണ്ടിയിട്ട്. അത് ഈ കാര്യം നേട്ടം ഇവിടെ മാത്രമല്ല, ഇനി ഇവിടെ കിട്ടിയ ചാവാൻ പോകുന്ന ആൾക്കാർ ഇത് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് അറിയോ? ഭഗവാനെ, കാര്യം ഇവിടെ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാര്യ ചവിട്ടി കൊന്നിട്ടുണ്ട്, അമ്മ ചവിട്ടി കൊന്നിട്ടുണ്ട്, അച്ഛനെ ചവിട്ടി കൊന്നിട്ടുണ്ട്, നാട്ടുകാരെ മുഴുവൻ തല്ലിയിട്ടുണ്ട്, തിരിച്ചും വാങ്ങിച്ചിട്ടുണ്ട്. തനിത്തെമ്മാടി ഭഗവാനെ, എന്നിട്ട് ഞാൻ നിനക്ക് മുഴുക്കാപ്പ് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഓരോന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്വർണ്ണമാല തരാം, എന്നെ നരകത്തിലേക്ക് ആക്കരുത്. അപ്പം ചത്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ കൊട്ടേഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഏതായാലും ലൂർദ് മാതാവിൻ്റെ ഒരു കൊട്ടേഷൻ ലേഡി ആയിട്ടാണ് ഇപ്പോൾ ഈ ചവറ് ഗോപി കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ഒന്ന് തിരുമേനിയോട് പറഞ്ഞു, എൻ്റെ മോൻ അവൻ പഠിക്കില്ല, SSLCക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേരിലൊരു മുഴുക്കാപ്പ് ഞാൻ നൽകിക്കോളാം, അത് ശരിയാവും തിരുമേനി പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് സ്ത്രീ വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, മുഴുക്കാപ്പ് നൽകാമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ, മുഴുക്കാപ്പ് കോപ്പാണ്, കോപ്പ്. അതെന്താ? അവൻ തോറ്റൂന്ന്, ജയിച്ചാലേ തരാമെന്ന് പറഞ്ഞേ. ഇതുപോലെ ജയിച്ചാൽ 10 ലക്ഷം, ജയിച്ചില്ലെങ്കിലോ? ഞാനത് ആ ഒരു വാക്ക് ചേർത്ത് ലൂർദ് മാതാവിൻ്റെ പേരുമായിട്ട് ചർച്ച ചെയ്യാൻ പറയുന്നില്ല. പല ആൾക്കാരെ പറഞ്ഞ ജയിച്ചില്ലെങ്കിലോ മൂഞ്ചിക്കോ, ഇതാണ് പറയുന്നത്, ഇവൻ പറയുന്നതാണ്. ഏതായാലും തോറ്റാൽ പിന്നെ എന്ത് ലൂർദ് മാതാവ്, ഏത് ലൂർദ് മാതാവ് അവൻ്റെ വഴിക്ക് പോകും. ജയിച്ചാൽ അങ്ങനെ തന്നെ അവൻ കൊടുക്കുന്നില്ല. മറ്റൊന്നും കൂടിയുണ്ട്, മാതാവേ മാതാവേ പ്രതാപനെ തോൽപ്പിക്കണേ, മാതാവേ മാതാവേ സുനിൽകുമാറിനെ തോൽപ്പിക്കണേ. അങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപ. അങ്ങനെയുണ്ട്. നെഗറ്റീവ് വശം കൂടി നോക്കണം. എന്നെ ജയിപ്പിക്കുകയും വേണം, അവരെ തോൽപ്പിക്കുകയും വേണം. അവർ തോൽപ്പിച്ച പിന്നെ ഇയാൾ ജയിപ്പിക്കുന്നത് തുല്യമായല്ലോ. ഇത് പള്ളിക്കാരായിട്ട് നിർത്തിക്കണം. ജയിച്ചാൽ 10 ലക്ഷം കൊട്ടേഷൻ, മന്ത്രിയായാൽ 20 ലക്ഷം കൊട്ടേഷൻ, ആഭ്യന്തരമന്ത്രിയായാൽ 50 ലക്ഷം കൊട്ടേഷൻ ലൂർദ് മാതാവിന്. അയാൾക്കൊരു വാണിംഗ് കൊടുക്കണം, ഇതിപ്പോൾ തന്നെ നിർത്തിക്കോണം. ഇത് നാണക്കേടാണ്, പള്ളിക്ക് നാണക്കേടാണ്. ലൂർദ് മാതാവിൻ്റെ പള്ളി ആൾക്കാരെ അറിയുന്നത് ഒരു വിശുദ്ധ ദേവാലയമായിട്ട്, കൊട്ടേഷൻ രൂപത്തിലിരിക്കുന്ന ദേവതയായിട്ടല്ല കാണുന്നത്. ഇനി മേലിൽ ഇത് പറഞ്ഞാൽ തൻ്റെ മോന്തയുടെ ഷേപ്പുകൾ മാറ്റുമെന്ന് പറയാനുള്ള ശേഷി നഷ്ടപ്പെട്ടോ? കിഴക്കേക്കോട്ടയിലെ ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടോ? ഞങ്ങളേക്കും കൂടി ഒന്ന് മുണ്ടുപൊക്കി നോക്കണോ? 1-ാം ലിംഗക്കാരനാണോ, 2-ാം ലിംഗക്കാരനാണോ, 3-ാം ലിംഗക്കാരനാണോ, 4-ാം ലിംഗക്കാരനാണോ എന്ന്. അവനെ ആ പള്ളിയിലേക്ക് കയറ്റരുത്.
അവിടെ കൊടുത്തിട്ടുള്ള ചെമ്പുകിരിയുടെ പിന്നെ മോന്തായത്തുമ്മലേക്ക് വലിച്ചെറിയണം അവൻ്റെ. അതാ വേണ്ടത്. ഇത് നാണക്കേടാണ്, പള്ളിക്ക് നാണക്കേടാണ്. ഞാനിന്ന് ചോദിച്ചോട്ടെ, ഈ ഓഫർ കേട്ടപ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യൻസിന് വലിയ ആഹ്ലാദം തോന്നിയോ? ജയിച്ചാൽ 10 ലക്ഷം എന്നുള്ള ഓഫർ കേട്ടപ്പോൾ നിങ്ങൾ അവിടെയുള്ള പള്ളിക്കാർക്കും പട്ടക്കാർക്കും അൽമായന്മാർക്കും വലിയ ആഹ്ലാദം തോന്നിയോ? കൊടുത്തോട്ടെ, എത്ര വേണമെങ്കിലും കൊടുത്തോട്ടെ. അതിനിങ്ങനെ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് കൊട്ടേഷൻ വെച്ച് മാതാവിനെയും ക്രിസ്ത്യാനികളെയും അപമാനിക്കണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപമാനിക്കണോ? ഇവിടെ മാതാവിൻ്റെ മക്കള് US-ലുണ്ട്, UK-ലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, യൂറോപ്പിൽ ഒന്നടങ്കമുണ്ട്. ഇനി അവരില്ലാത്തൊരു സ്ഥലം, ഒരിക്കൽ പൊന്നൂക്കര എന്ന സ്ഥലമുണ്ട്, തൃക്കൂര് കടന്ന് പുളിക്കത്ര പൊന്നൂക്കര എന്ന സ്ഥലമുണ്ട്. ഇതിൻ്റെ അടിയിൽ കമന്റ് വന്നു, സ്വാമി തൃക്കുകാരനാണെന്ന് പറഞ്ഞല്ലോ എന്ന്. അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ഒരു ടാസ്മാനിയയിലാണ് അവര്. ഇനി അവിടെ നിന്ന് ഒരു ചാട്ടം കൂടി ചാടി ഞാൻ ദക്ഷിണ ധ്രുവത്തിലെത്തി. ഓസ്ട്രേലിയയുടെ അങ്ങേറ്റത്ത് കിടക്കുക, അവിടെയും ഉണ്ട് മലയാളി. ഓക്കെ, അവരൊരു വീട് വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ രൂപ വരുമ്പോൾ ഏകദേശം 10-14 കോടി രൂപ വരും. അപ്പം അവർക്കൊരു 10 ലക്ഷം കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? മാതാവിൻ്റെ പള്ളി പുതുക്കപ്പെടുന്നത് മുഴുവൻ സ്വർണ്ണമാക്കണോ? എടാ ചെറ്റകോപി, മനസ്സിലാക്കി. അവർക്ക് ഇത് മുഴുവൻ സ്വർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരോട് പറഞ്ഞ എടാ പിള്ളേരെ എന്നും പറഞ്ഞ് അവിടുത്തെ ബിഷപ്പ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് അതിൻ്റെ ആവും പണി. നോട്ടെണ്ണൽ, ഇവിടെ വരുന്ന നോട്ടെണ്ണൽ. അതിൻ്റെ ഇടയിലാണ് 10 ലക്ഷം ഉണ്ടാക്കി തിരികാന്നും പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഏതായാലും ആരും ഇങ്ങനെ നാറ്റിച്ചിട്ടില്ല, ഇത്രയും രീതിയിൽ നാറ്റിച്ചിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ധർമ്മപൂർവമായിട്ടുള്ള കർമ്മം. അതിൻ്റെ ഫലം ആർക്കാണ്? കർമ്മണ്യേ വാധികാരസ്ഥേ മാഭേഷു കഥാചന. കർമ്മണിയേവ കർമ്മണ്യേ വാദി, അതിനുള്ള അധികാരമേ നിനക്ക് തന്നിട്ടുള്ളൂ. അതിൻ്റെ ഫലം, അതിൻ്റെ എല്ലാ അവകാശവും, അത് പരിപൂർണമായിട്ട് ഓൾ ദ റിസൾട്ട് ഓഫ് ദ എഫർട്ട് ഷുഡ് ഗോ ടു ദ സ്റ്റേറ്റ്. അതാണ് കമ്മ്യൂണിസം. ആൻഡ് ദ സ്റ്റേറ്റ് വിൽ ഡിവൈഡ് ഓൺ ദ അക്കൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ മെറിറ്റ്. അതാണ് കമ്മ്യൂണിസം. അതിൻ്റെ എവിടെയും പറഞ്ഞിട്ടുള്ളത്. നിന്റെ എല്ലാ അധ്വാനവും അവസാനം നീ തന്നെയും ഈശ്വരനിലേക്കാണ്. ഇവിടെ നിന്നുണ്ടാകുന്നു, ഇവിടെ തന്നെ പോകുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, ആ ബലജം പാടിയതാ. അവിടേക്ക് തന്നെ തിരിച്ചു പോകും. നിന്റെ എല്ലാം അവിടേക്ക് പോകും. ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്ത് അതിൽ 10 ലക്ഷം നിനക്ക് എന്ന് പറയാൻ നാണാവലിട അച്ഛത്തെ. എൻ്റെ സ്വത്ത് മാത്രമല്ല, ഇവൻ ദ സെയിം ബോഡി ഓൾസോ, അതും പോകും. എൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു ദിവസം. ആയതുകൊണ്ട് യഥാർത്ഥ ഭക്തി എന്താ? ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് ഭഗവാൻ തരാനൊന്നുമില്ല, എല്ലാം ഭഗവാന്റേതല്ലേ, പിന്നെ ഞാൻ എന്താ ഭഗവാൻ തരിക? ഞാൻ എന്നെ തന്നെ തരുന്നു. അതാണ് കുമ്പിടുന്നത് അവിടെ. അപ്പോൾ ഭഗവാൻ തലയിൽ ചവിട്ടും അഹങ്കാരം മുഴുവൻ തീരാൻ. അല്ലാതെ കൊട്ടേഷൻ വയ്ക്കല്ല വേണ്ടത്. നമ്മൾ സ്നേഹം എന്ന് പറയാറുണ്ട്. സ്നേഹത്തിനും സ്നേഹമാണ് പ്രേമം, പ്രേമത്തിനും പ്രേമമാണ് ഭക്തി എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുമല്ലോ പ്രിയേ. പ്രേമം എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം നിന്റേത് കൂടിയാണല്ലോ പ്രിയേ. ഭക്തി എന്ന് പറഞ്ഞാൽ എനിക്കായിട്ട് എന്തുണ്ട് ഭഗവാൻ, എല്ലാം നിന്റേതല്ലേ. അതാണ് ഭക്തി. ഇവിടെയാണ് വേണമെങ്കിൽ മതി 10 ലക്ഷം എന്ന് ലൂർദ് മാതാവിനോടെ, വേണമെങ്കിൽ മതി 10 ലക്ഷം, വേണമെങ്കിൽ മതി, കാര്യം നടത്തിയതാ. അപ്പം തരാം 10 ലക്ഷം. പിന്നെ അതിൻ്റെ മേലെ ഉണക്കമുന്തിരിയും വെച്ചിട്ട് എന്തോ കിരീടം എന്നിട്ട് അതിൻ്റെ മേലെ ഉണക്കമുന്തിരിയും വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മയിരോ എന്തോ ഒരു സാധനം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജയിക്കാൻ പോണില്ല. വോട്ടില്ല ഇവിടെ. BJPക്ക് വോട്ടില്ല. സാക്ഷാൽ നരേന്ദ്രമോദിജി വന്നാൽ പോലും ഇവിടെയുള്ള 10-15-16 ലക്ഷം % വോട്ട് ഉയരാൻ പോകുന്ന, ഏറി വന്ന 25. അതുകൊണ്ട് ജയിക്കാൻ പോകുന്നില്ല.
ഇയാൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് 15, 16, 17, 18% മാത്രമാണ് കിട്ടാൻ പോകുന്നത് മാക്സിമം. അതെ, എവിടെ നിന്നാണ് ഈ വോട്ട് വരണ്ടേ? ആകാശത്ത് പൊട്ടി വീഴില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ 10 ലക്ഷം അല്ലടാ, 10 ലക്ഷം അല്ലടാ ചേട്ടെ, 100 ലക്ഷം എന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, കൊടുക്കേണ്ട വരില്ല. ഇവന്റെ ഈ ഉണക്ക ഓഫറിന് വേണ്ടി കാത്തിരിക്കുകയാണോ സത്യത്തിൽ മാതാവ്? അതാണോ മാതാവ്? അങ്ങനെയാണോ മാതാവ്? നിങ്ങളെങ്ങനെ കരുതുന്നുണ്ടോ? തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കിട്ടിയുള്ള ചെമ്പുകിരീടമുണ്ടോ? അവന്റെ മോന്തക്കുറ്റിക്ക് വലിച്ചെറിയണം, അതാണ് വേണ്ടത്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള തന്നെ അപഗ്രഥനം നടത്തുന്നതല്ല വേണ്ടത്. മേലിൽ ഇത്തരം കൊള്ളരുതായ്മ, ചെറ്റത്തരം, തന്തയില്ലായ്മ ലൂർദ് മാതാവിന്റെ പേര് ചേർത്ത് വിളമ്പരുത് എന്നവനെ താക്കീത് ചെയ്യണം. നിങ്ങൾ എന്ത് വളിപ്പ് വേണി വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ലൂർദ് മാതാവ് എന്നൊരു പേര് ചേർക്കരുത്. ഇനി ഇവിടെ എന്തെങ്കിലും സമർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആര് വന്നാലും, സാക്ഷാൽ വീരപ്പൻ വന്നാലും മാതാവിന് ഞങ്ങൾ ഒരു കൊട്ട പൂ സമർപ്പിക്കണമെന്ന് പറഞ്ഞാലും അത് മാതാവിനുള്ളതാണ്. അരുതെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന് ഫോട്ടോഗ്രാഫറും അതും ഇതും നിന്റെ പെണ്ണും പെള്ളയും അവരെയും പടക്കോഴി എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ടുള്ള ഈ ഷോ പരിപാടി ഉണ്ടല്ലോ, മറ്റേത് കാണിക്കുന്ന പരിപാടി, അത് കിഴക്കേ കോട്ടയുടെ ആ ഒരു വശത്തും ലൂർദ് മാതാവിന്റെ പള്ളിയിൽ മാത്രമല്ല നടത്താൻ നിങ്ങളിനി അനുവദിക്കരുത്. അതങ്ങനെ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ തൃശ്ശൂർ ക്രിസ്ത്യാനികളെ വിലയിരുത്തും. തുറന്നു പറയുകയാണ്, അവർ വിലയിരുത്തും. 1-ാം ലിംഗക്കാരായിട്ടല്ല, 2-ാം ലിംഗക്കാരായിട്ടല്ല, 3-ാം ലിംഗക്കാരായിട്ടല്ല, 4-ാം ലിംഗക്കാരായിട്ട് നിങ്ങളെ വിലയിരുത്തും. കൊട്ടിക്കവന്റെ മോന്തക്കിട്ട് 2 പളങ്ങ്, കൊട്ടിക്കവന്റെ മോന്തക്കിട്ട് 2 കിണ്ണ്, എന്നിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടർക്കി ടവലും കൊടുക്കുക. ലൂർദ് മാതാവിനെ കൊട്ടേഷൻ ലേഡിയാക്കി മാറ്റിയതിനുള്ള ഒരു സമ്മാനം.